ദൈവത്തിന് സ്തുതി, ദൈവജനത്തിന് വന്ദനം. ക്രിസ്തു ഭരണത്തിൻ്റെ ശക്തി അധികാരമോ അടിമത്തമോ ആൾബലമോ ആയുധശക്തിയോ ആയിരുന്നില്ല, മറിച്ച് സ്നേഹമാണ്. സ്നേഹം ഭരിക്കുകയല്ല, സേവിക്കുകയാണ് ചെയ്യുന്നത്. ലിയോ 14 പാപ്പ പുറപ്പെടുവിച്ച ചാക്രിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന വിശ്വാസ സമൂഹത്തിന് നൽകിയ ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. ക്രിസ്തുരാജ സന്നിധിയിൽ ഓടിയണയുന്ന പാവപ്പെട്ടവർ, നിരാശ്രയർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവർക്ക് ക്രിസ്തുരാജൻ നിരന്തര ദൈവസ്നേഹം പ്രത്യാശ നൽകുന്നു. ക്രിസ്തുവിലുള്ള പ്രത്യാശയോടെ ആരംഭിച്ച ഈ ജൂബിലി വർഷത്തിൻ്റെ സമാപന ഘട്ടത്തിൽ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്ന് വീണ്ടും ഉറപ്പു നൽകുന്നു. ക്രിസ്തുരാജനിൽ പ്രിയരെ, ക്രിസ്തുരാജത തിരുനാളിൽ 1-ാം ദിനമായ ഇന്ന് ഈ ദിവ്യബലി പരികർമ്മം ചെയ്തുകൊണ്ട് നമുക്കായി പ്രാർത്ഥിക്കാനെത്തിയ സ്നേഹബഹുമാന്യനായ ഫാദർ ടോണി ഹാംലെറ്റ് അച്ഛനെയും വചന സന്ദേശം നൽകാനെത്തിയ സ്നേഹബഹുമാന്യനായ ഫാദർ പോൾജി അച്ഛനെയും സഹകാർമ്മികരെയും ദൈവജനത്തെയും ഈ ഭക്തി നിർഭരമായ തിരുബലിയിലേക്ക് ക്രമീകരണ നേതൃത്വം വഹിക്കുന്ന കൊച്ചുവേളി ഇടവകയുടെ നാമത്തിൽ ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ 1-ാം വായന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ദൈവത്തെയും ദൈവിക ഇടപെടലിനെയും തിരിച്ചറിയുവാൻ മറന്നുപോകുന്ന മനുഷ്യകുലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച അവർ ശില്പിയെ അറിയാതെ പോയി. ആകയാൽ ഉടയവനെ ഉണ്മയിലും ഉള്ളതിലും കണ്ടെത്താൻ മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 2-ാം വായനയിൽ ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ദൈവജനം തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കണക്കാക്കുകയും അവ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെ എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് ദരിദ്രരുമായി പങ്കുവയ്ക്കണം. അപ്പോൾ ദൈവവും മനുഷ്യനും മനുഷ്യനും തമ്മിൽ ആഴമായ ബന്ധം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് വരച്ചു കാട്ടുന്നു. സുവിശേഷത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളുടെയും മനസ്സുകളുടെയും രാജാവാക്കാനും അവൻ്റെ വരാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള അവബോധത്തോടെ ജീവിക്കാനും അവൻ്റെ പരമാധികാരം സാർവത്രികമായി സ്ഥാപിക്കപ്പെടുന്ന ദിവസത്തിനായി മറ്റുള്ളവരും ഒരുങ്ങേണ്ടതിന് സുവിശേഷം അറിയിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. ആകയാൽ ഈ തിരുബലിയിൽ നാം പങ്കുകൊള്ളുമ്പോൾ ഈ വായനകൾ നമ്മെ ആത്മീയമായി ജാഗരൂകരായിരിക്കാനും ഭൗതികതയെ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തെ തിരഞ്ഞെടുക്കാനും നമ്മുടെ സഹജീവികളുമായി പങ്കുവയ്ക്കാനും ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ തിരിച്ചുവരവിനായി തയ്യാറെടുക്കാനും ക്ഷണിക്കുന്നു. ഭയഭക്തിയോടും ഹൃദയ നൈർമല്യത്തോടും കൂടെ ഈ തിരുബലിയിൽ നമുക്ക് അണയാം. ക്രിസ്തുരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ യാഗത്തിൻ തിരിതെളിയും അൾത്താരപീഠത്തിൻ സന്നിധിയിൽ കർത്താവിൻ യാഗത്തിൻ തിരിതെളിയും അൾത്താരപീഠത്തിൻ സന്നിധിയിൽ വരുവിൻ പ്രിയജനമേ, വരുവിൻ അജപാലകരെ,
സുവിശേഷ ഭാഗ്യപ്രഘോഷകരെ ഒരു തിരിയായി തിരിനാളമായി ഹൃദയം ദൈവത്തിനർപ്പിച്ചിടാം, ഹൃദയം ദൈവത്തിനർപ്പിച്ചിടാം. കർത്താവിൻ യാഗത്തിൻ തിരി തെളിയും അൾത്താരപീഠത്തിൻ സന്നിധിയിൽ ആശ്വാസദായകൻ പകരും ഭാഗ്യം നുകരാ, ആശ്വാസദായകൻ പകരും ഭാഗ്യം നുകരാ. പരിശുദ്ധരായിടാം വരുവിൻ പ്രിയജനമേ, വരുവിൻ അജപാലകരെ സുവിശേഷ ഭാഗ്യപ്രഘോഷകരെ ഒരു തിരിയായി തിരിനാളമായി ഹൃദയം ദൈവത്തിനർപ്പിച്ചിടാം, ഹൃദയം ദൈവത്തിനർപ്പിച്ചിടാം. കർത്താവിൻ യാഗത്തിൻ തിരി തെളിയും അൾത്താരപീഠത്തിൻ സന്നിധിയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹബഹുമാനമുള്ള പോളച്ച, ആന്റണിച്ച, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, ക്രിസ്തുരാജൻ്റെ തിരുനാളിന് ആരംഭം കുറിക്കുന്ന ഇന്നേ ദിനം ദൈവനാമത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിക്കാ പ്രവാചകൻ 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ എൻ്റെ കർത്താവായ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും.
എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തെ നോക്കി പ്രവാചകൻ പറയുന്ന വാക്യങ്ങളാണിത്. കർത്താവിങ്കിലേക്ക് കണ്ണുകളുയർത്തും, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും. ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മളിന്ന് ബലിയർപ്പിച്ച് ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഇന്ന് ഈ ദേവാലയത്തിൽ ഭക്തിയോടുകൂടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാവനമായ ഈ ബലി ഒരുമിച്ച് അർപ്പിക്കുവാൻ നമ്മൾ യോഗ്യരല്ല. ദൈവത്തിനെതിരായി, ദൈവജനത്തിനെതിരായി കുറേ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഈ ദേവാലയത്തിൽ നിൽക്കുവാനുള്ള യോഗ്യത പോലും നമുക്കില്ല. എങ്കിലും ദൈവം കരുണ കാണിച്ച് നമ്മളെല്ലാവരെയും ബലിയർപ്പിക്കുവാൻ ഈ ആലയത്തിലേക്ക് ആകർഷിച്ചിരിക്കുന്നു. ആ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ബലിയർപ്പിക്കുവാൻ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് മാപ്പ് യാചിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ
മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ഇവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവേകശക്തനാം ദൈവമേ, സാധനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. പാവനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാശത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും. ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ, നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു നലേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജനായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും കൃമികൾ വൽക്കരിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങേ വാഴ്ത്തിപ്പുകഴ്ത്തുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴ്ന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവത്തെ അറിയാത്തവർ സ്വതോഘോഷരാണ്. ദുഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ശില്പങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അഗ്നി, വായു, കാറ്റ്, നക്ഷത്ര വലയങ്ങൾ, ക്ഷോഭിച്ച സമുദ്രം, ആകാശ സ്രോതസ്സുകൾ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി. അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച്
മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ. സൗന്ദര്യത്തിൻ്റെ സൃഷ്ടാവാണ് അവയുണ്ടാക്കിയത്. അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മരിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനാണെന്ന് അവയിൽ നിന്ന് അവർ ദ്രവിക്കട്ടെ. സൃഷ്ടിയുടെ സൗന്ദര്യത്തിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യത്തെക്കുറിച്ച് അറിയാം. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകും അവർ വ്യതിചലിക്കുന്നത്. അവരെ തികച്ചും കുറ്റപ്പെടുത്താൻ വയ്യ. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമായാൽ അതിൽ പ്രത്യാശിക്കുന്നു എങ്കിൽ അവർക്ക് ന്യായീകരണമില്ല. ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവയുടെയെല്ലാം ഉടയനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിതാനം അവിടത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്കു വിജ്ഞാനം പകരുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവിടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. രണ്ടാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അവൻ്റെ വചനം സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന,
എന്നിവയിൽ സദാ താൽപ്പര്യപൂർവം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാം ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനാവലി അവന്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെ. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നൽകുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവർ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവരും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവേ, എവിടേക്കെന്ന് അവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
പ്രിയ ബഹുമാനപ്പെട്ട ടോണി ഹാംലെറ്റ് അച്ഛൻ, ആൻ്റണി അച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു രാജ്യത്വ തിരുനാളിന് തുടക്കം കുറിക്കുന്ന ഇന്നേ ദിനത്തിൽ ബലിയർപ്പിച്ച് ക്രിസ്തുരാജ സന്നിധിയിൽ അണഞ്ഞ് കൃപ കണ്ടെത്തുവാനായി നമ്മളേവരും ഇവിടെ അണഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വായനകളിലൂടെ കർത്താവ് നമുക്ക് ചില മുന്നറിയിപ്പുകളൊക്കെ, ചില താക്കീതുകളൊക്കെ, ചില പ്രവചന കീർത്തനങ്ങളൊക്കെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ ഗോത്രപിതാക്കന്മാർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ പ്രബോധനങ്ങളിലൂടെ ദൈവരാജ്യ അല്ലെങ്കിൽ തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്ക് അത് കണ്ടെത്തുവാൻ അവരെ ആഹ്വാനം ചെയ്യുന്നു. അവർ വഴി നടത്തുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും അവർ പ്രതിപാദിക്കുന്നു. എന്നാൽ അവർ ഗോത്രപിതാക്കന്മാർക്ക് എതിരായി ശബ്ദമുയർത്തുന്ന, അവരെ മർദ്ദിക്കുവാനൊക്കെ ഒരുമ്പെടുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുക. അവരിങ്ങനെ ഗോത്രപിതാക്കന്മാരോട് പറയുന്നു, ഞങ്ങൾ സുഭിക്ഷമായിട്ട് അടിമകളാണെങ്കിലും ഞങ്ങൾ കഴിഞ്ഞിരുന്നു, ഞങ്ങൾക്ക് സുഭിക്ഷമായിട്ട് വെള്ളം കിട്ടിയിരുന്നു, എന്നാൽ വെള്ളവും ആഹാരവുമില്ലാതെ വീർപ്പ് മുട്ടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കുവാനാണോ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്ന് പിറുപിറുക്കുന്ന ജനസമൂഹം. രാജാക്കന്മാരുടെ കാലഘട്ടമുണ്ടായിരുന്നു. രാജാക്കന്മാർ അവരുടെ ഭരണ സംവിധാനത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുവാൻ, ദൈവത്തിൻ്റെ കരുതലിന് ചെവി ചായ്ക്കുവാൻ അവർ പല ഉപദേശങ്ങളും പല പ്രഘോഷണങ്ങളും നൽകുന്നു. രാജാക്കന്മാർക്കെതിരായി അവരെ എതിർക്കുന്ന പ്രതീതിയാണ് ഉണ്ടായത്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പല വിധത്തിലുള്ള പ്രവചന കീർത്തനങ്ങളിലൂടെ ഭാവിയിൽ പ്രവചിക്കുന്ന, അതിന് കരുതലോടെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പലവിധ പ്രവചന പ്രഘോഷണങ്ങളും നടത്തപ്പെടുകയാണ്. അവരെയും മർദ്ദിക്കുവാനും അവരെ പല വിധത്തിലുള്ള പീഡനങ്ങൾ നൽകുവാനുമൊക്കെ ഒരുമ്പെടുന്ന സമൂഹം. അവസാനം ദൈവം തൻ്റെ ഏകപുത്രനെ നമുക്ക് നൽകുവാൻ ശ്രമിക്കുന്നു. അവിടെ നൽകി ആ ദൈവപുത്രൻ ഈശോ മിശിഹ തൻ്റെ സുവിശേഷത്തിലൂടെ, തൻ്റെ പ്രവചനത്തിലൂടെ, തൻ്റെ പ്രഘോഷണത്തിലൂടെ, തൻ്റെ പ്രബോധനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള രാജ്യം കൈമുതലാക്കുവാൻ, അതിൽ പങ്കാളികളായിട്ട് മാറുവാൻ, അതിൽ പങ്കുചേരുവാൻ, അത് അനുഭവവേദ്യമാകുവാൻ കർത്താവ് അത്ഭുതാകമായിട്ടുള്ള അടയാളങ്ങളിലൂടെ, ചിന്തകളിലൂടെ അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. എന്നാൽ അതിനും ചെവി ചായ്ക്കാത്ത, തന്നിഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നമ്മളും കാണുക. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നത്. നമ്മൾ ക്രിസ്തുരാജ സന്നിധിയിൽ അണഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിനെ കേൾക്കുവാൻ,
ക്രിസ്തു വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ, അതുവഴി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ പ്രദേശത്തുമൊക്കെ സമാധാനവും അനുഗ്രഹദായകവും കൃപാകടാക്ഷവും കണ്ടെത്തുവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ക്രിസ്തുനാഥൻ നമ്മളോട് ചോദിക്കുന്നത് സുവിശേഷ ഭാഗത്തിലൂടെ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എന്തുമാത്രം ഉൾക്കൊള്ളുവാനും കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഒരുമ്പെടുന്നു. ക്രിസ്തു നിങ്ങൾക്ക് കൃപയും അനുഗ്രഹവും അവിടെ നൽകണം എന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ, അവിടുത്തെ വചനമനുസരിച്ച്, അവിടുത്തെ പ്രബോധനമനുസരിച്ച്, അവിടുത്തെ വാക്ക് പാലിക്കുവാൻ, വാക്ക് കേൾക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന യാഥാർത്ഥ്യമാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്, നമ്മുടെയൊക്കെ തീരപ്രദേശത്ത് ഒരു കുടുംബം, വളരെയധികം പാവപ്പെട്ട കുടുംബം, മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. കുടുംബനാഥൻ അന്നു വേണ്ട ആഹാരത്തിനായി ജോലിക്ക് പോകുന്നു. അവർക്ക് ദൈവം കനിഞ്ഞരളി അവർക്ക് സമ്പാദ്യം നൽകുന്നു. അവർ സുഭിക്ഷമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. അവരുടെ ഭവനമാണെങ്കിലോ കുടിലാണ്. ആ കുടിലിനകത്ത് ഭാര്യയും ഭർത്താവും മക്കളും വളരെയധികം സമാധാനത്തോടും വളരെയധികം സന്തോഷത്തോടും വളരെയധികം സംതൃപ്തിയോടും ജീവിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു എന്നതാണ്. അവർക്ക് മാളികയോ അവർക്ക് വലിയ വീമ്പ് വിളക്കുന്ന ഭവനങ്ങളോ അല്ല, മറിച്ച് സാധാരണപ്പെട്ട ഓലമേഞ്ഞ കുടിലിൽ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവരെ കേൾക്കുവാൻ നമ്മളൊക്കെ ഒരുപ്പെടുമ്പോൾ അവർ പറയുന്നത്, ദൈവം അന്നു വേണ്ട ആഹാരത്തിനായിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ, മത്സ്യം പിടിക്കുവാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് നൽകുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന് സൗഹാർദ്ദ നിമിഷങ്ങളൊക്കെ, അവരുടെ ജീവിതത്തിൽ അന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം താങ്ങായിട്ട് തണലായിട്ട് മാറുന്ന രീതിയിൽ പരസ്പരം പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുനാഥനെ ക്രിസ്തുരാജനായിട്ട് പ്രഘോഷിക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ മാതൃകയാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ടത്. ഇന്ന് നമുക്കറിയാം, സ്വത്തിനു വേണ്ടിയും മണ്ണിനു വേണ്ടിയും സ്വന്തം ബന്ധങ്ങളെപ്പോലും മറക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. അതോടൊപ്പം നമ്മൾ കാണുന്നു, അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും സ്റ്റേറ്റ് തലത്തിലുമൊക്കെ എന്തുമാത്രം സങ്കീർണമാകുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുമോ എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പിരിമുറുക്കത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ ലോകം കടന്നു പോകുന്നു. എവിടെയും അതിക്രമങ്ങളുടെയും ഭീഷണിയുടെയും യുദ്ധത്തിൻ്റെയുമൊക്കെ അലയൊലികൾ എവിടെയും കാണാം. എവിടമാണ് സമാധാനം? എവിടമാണ് സംതൃപ്തി? എവിടമാണ് സന്തോഷം? അവിടമാണ് ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ മാതൃക നമുക്ക് നൽകാനാവുക, കർത്താവ് നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനത്തിന് കാതോർക്കാം, വചനം നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാം, വചനത്തിൻ്റെ വഴികളിലൂടെ ചരിക്കാം. അതാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ ലിയോ പാപ്പ തൻ്റെ പ്രബോധനം നമുക്ക് നൽകുക. പാവപ്പെട്ടവരെ
കരുതലോടെ കാണുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ, പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന കർത്താവിൻ്റെ ചൈതന്യം, മാതൃക നമ്മൾ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ, അവിടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾക്കാവണം എന്ന സന്ദേശം ലിയോ പാപ്പ നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഹിതം ആരായുന്ന, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന, കർത്താവിൻ്റെ തിരുവിഷ്ടത്തിന് കാതോർത്ത് ജീവിതം ക്രമപ്പെടുത്തുക വഴി, സഹോദരങ്ങളുമായിട്ട് സൗഹാർദ്ദം പങ്കിടുക വഴി, സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക വഴി സമാധാനപൂർവമായിട്ടുള്ള, സന്തോഷപ്രദമായിട്ടുള്ള സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമുക്കാവണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകുന്നത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നിർഭരമായ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുന്ന സമൂഹമായിട്ട് മാറുവാൻ അവിടെ ദൈവ സാമീപ്യവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുതലും നമുക്ക് മുതൽക്കൂട്ടായിട്ട് മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വളരെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ധാരാളം ആവശ്യങ്ങൾ, നിയോഗങ്ങൾ നമുക്കുണ്ട്. ഈ നിമിഷം നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകൾ, നമ്മളെല്ലാവരുടെയും നിയോഗങ്ങൾ ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപിതാവേ, തിരുസഭയുടെ പരമോന്നത സ്ഥാനം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ധൈര്യപൂർവം പ്രഘോഷിക്കുന്ന ലിയോ പാപ്പായെയും ഞങ്ങളുടെ രൂപതാ അധ്യക്ഷൻ തോമസ് മെത്രാനെയും ക്രിസ്തുദാസ് സഹായ മെത്രാനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും വെട്ടുകാട് ഇടവകയെ നയിക്കുന്ന എഡിസൺ അച്ഛനെയും സഹവൈദികരെയും ബലിയർപ്പിക്കുന്ന ടോണി അച്ഛനെയും വചനപ്രഘോഷണം നടത്തിയ പോളച്ചനെയും അൽമായ പ്രേക്ഷിതരെയും അങ്ങയുടെ കൃപാകടാശത്താൽ അനുഗ്രഹിക്കണമേ എന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പുഷ്പങ്ങൾ കൈക്കൊള്ളണേ, ഗോവിൻ കീർത്തനപേക്ഷയും കേൾക്കണമേ. സമാധാനദാതാവായ ദൈവമേ, ആക്രമണവും അരാജകത്വവും വിദ്വേഷവും വർഗീയതയും തളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ ശാന്തിയും സമാധാനവും നീതിയും ന്യായവും പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങളുടെ രാഷ്ട്രത്തെയും ഭരണകർത്താക്കളെയും ശക്തരാക്കണമേ എന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പുഷ്പങ്ങൾ കൈക്കൊള്ളണേ, ഗോവിൻ കീർത്തനപേക്ഷയും കേൾക്കണമേ. പ്രത്യാശയുടെ പൊൻപുലരിയായ ദൈവമേ, ഒട്ടനവധി ആദിയും ആകുലതയും നേർച്ചയും നിയോഗങ്ങളുമായി അങ്ങേ തിരുപാതെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ ഭക്ത സമൂഹത്തിൻ്റെ മേൽ അങ്ങേ കൃപാവർഷം ചൊരിയണമേ. അങ്ങനെ അങ്ങേ ചിത്തം നിറവേറ്റുന്ന അജഗണമായി രൂപാന്തരപ്പെടുവാൻ ഇടയാക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പുഷ്പങ്ങൾ കൈക്കൊള്ളണേ, ഗോവിൻ കീർത്തനപേക്ഷയും കേൾക്കണമേ.
സ്നേഹപിതാവേ, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഊഷ്മളതയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ദൈവം നൽകിയ മക്കളെ ദൈവസ്നേഹത്തിലും ദൈവേഷ്ടപ്രകാരവും വളർത്തുവാനുള്ള കൃപ നൽകണമേ. കുടുംബ പ്രാർത്ഥനയിൽ സജീവരാകുവാനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് പുതിയ വ്യക്തികളാക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പുഷ്പങ്ങൾ കൈക്കൊള്ളണേ, ഭൂവിൻ കീർത്തനപേക്ഷയും കേൾക്കണമേ. ദിവ്യവൈദ്യനായ ദൈവമേ, രോഗം, വാർദ്ധക്യം, അവഗണന, ഏകാന്തത, പകർച്ചവ്യാധി എന്നിവയാൽ ക്ലേശിക്കുന്നവരുടെ മേൽ അങ്ങേ കരുണാവർഷം ചൊരിയണമേ. അങ്ങനെ അങ്ങേ സൗഖ്യവും സമാശ്വാസവും അവർ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കൂടാതെ ഇഹലോകവാസം വെടിഞ്ഞ് അങ്ങേ സന്നിധിയിലേക്ക് കടന്നുവന്ന പ്രിയപ്പെട്ടവർക്ക് നിത്യമായ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പുഷ്പങ്ങൾ കൈക്കൊള്ളണേ, ഭൂവിൻ കീർത്തനപേക്ഷയും കേൾക്കണമേ. സ്നേഹസ്വരൂപനായ പിതാവേ, അങ്ങയുടെ മക്കൾ സമർപ്പിച്ച ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഭയഭക്തിയോടെ സ്നേഹത്തോടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. കർത്താവേ, അങ്ങയുടെ വലതുകരം നീട്ടി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വസിക്കുന്ന ഭവനങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ സന്തോഷപൂർവം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കാഴ്ചയായി ബലിയുണർത്തും ആത്മനാഥ സ്നേഹവേദിയിൽ ദൈവമേ, നിന്നിൽ എന്നെ ചേർത്തിടാ, ദിവ്യമാം കാഴ്ചയായി സ്വീകരിക്കണേ. പ്രിയകരബലിയായി സർവവും കാഴ്ചവച്ചിടാം. അനുപമബലിയായി പ്രിയകരബലിയായി സർവവും കാഴ്ചവച്ചിടാം.
മധുരമാം തേൻ നിറഞ്ഞ മലരുപോ കൃപ നിറഞ്ഞ പാവനാത്മ നിറവു നൽകി നീ. മധുരമാം തേൻ നിറഞ്ഞ മലരുപോ കൃപ നിറഞ്ഞ പാവനാത്മ നിറവു നൽകി നീ. മനുജരിൽ സ്നേഹദാന ഭാഗ്യമേകി നീ എന്നെയും വീണ്ടെടുത്തു നീ. എന്നെയും വീണ്ടെടുത്തു നീ. അനുപമബലിയായി പ്രിയകരബലിയായി സർവവും കാഴ്ചവെച്ചിടാം. അനുപമബലിയായി പ്രിയകരബലിയായി സർവവും കാഴ്ചവെച്ചിടാം. സഹജരിൽ നോവറിഞ്ഞു മാറ്റുകിൽ മനമലിഞ്ഞു സ്വീകരിക്കും എന്റെ കാഴ്ചകൾ. സഹജരിൽ നോവറിഞ്ഞു മാറ്റുകിൽ മനമലിഞ്ഞു സ്വീകരിക്കും എന്റെ കാഴ്ചകൾ. മലിനമായ ചിന്തയാകെ വെടിയുമെങ്കിലോ പൂർണ്ണമായി സ്വീകരിച്ചിടും. പൂർണ്ണമായി സ്വീകരിച്ചിടും. തളികയിൽ കാഴ്ചയാ ബലിയുണർത്തും ആത്മനാഥ സ്നേഹവേദിയിൽ. വരികയാ തിരികളാ നിന്റെ യാഗദീപമായി എരിഞ്ഞെരിഞ്ഞിടാം. ദൈവമേ നിന്നിൽ എന്നെ ചേർത്തിടാം. ദിവ്യമാം കാഴ്ചയായി സ്വീകരിക്കണേ. അനുപമ ബലിയാ പ്രിയകര ബലിയാ സർവവും കാഴ്ചവെച്ചിടാം. അനുപമ ബലിയാ പ്രിയകര ബലിയാ സർവവും കാഴ്ചവെച്ചിടാം. മധുരമാം തേൻ നിറഞ്ഞ മലരുപോ കൃപ നിറഞ്ഞ പാവനാത്മ നിറവു നൽകി നീ. മധുരമാം തേൻ നിറഞ്ഞ മലരുപോ കൃപ നിറഞ്ഞ പാവനാത്മ നിറവു നൽകി നീ. മനുജനിൽ സ്നേഹദാന ഭാഗ്യമേകി നീ എന്നെയും വീണ്ടെടുത്തു നീ. എന്നെയും വീണ്ടെടുത്തു നീ. അനുപമ ബലിയാ പ്രിയകര ബലിയാ സർവവും കാഴ്ചവെച്ചിടാം. അനുപമ ബലിയാ പ്രിയകര ബലിയാ സർവവും കാഴ്ചവെച്ചിടാം. സഹജരിൽ നോവറിഞ്ഞു മാറ്റുകിൽ മനമലിഞ്ഞു സ്വീകരിക്കും എന്റെ കാഴ്ചകൾ. സഹജരിൽ നോവറിഞ്ഞു മാറ്റുകിൽ മനമലിഞ്ഞു സ്വീകരിക്കും എന്റെ കാഴ്ചകൾ. മലിനമായ
ചിന്തയാകെ വെടിയുമെങ്കിലോ പൂർണ്ണമായി സ്വീകരിച്ചിടും. പൂർണ്ണമായി സ്വീകരിച്ചിടും. തളികയിൽ കാഴ്ചയാ ബലിയുണർത്തും ആത്മനാഥ സ്നേഹവേദിയിൽ. വരികയാ തിരികളാ നിന്റെ യാഗദീപമായിരിഞ്ഞിടാം. ദൈവമേ നിന്നിലെന്നെ ചേർത്തിടാ. ദിവ്യമാം കാഴ്ചയായി സ്വീകരിക്കണേ. അനുഭവ ബലിയായി പ്രിയകര ബലിയായി സർവവും കാഴ്ചവെച്ചിടാം. അനുഭവ ബലിയായി പ്രിയകര ബലിയായി സർവവും കാഴ്ചവെച്ചിടാം. തളികയിൽ കാഴ്ചയാ ബലിയുണർത്തും ആത്മനാഥ സ്നേഹവേദിയിൽ. വരികയാ തിരികളായി നിന്റെ യാഗദീപമായിരിഞ്ഞിടാം. ദൈവമേ നിന്നിലെന്നെ ചേർത്തിടാ. ദിവ്യമാം കാഴ്ചയായി സ്വീകരിക്കണേ. ദൈവമേ നിന്നിലെന്നെ ചേർത്തിടാം. ദിവ്യമാം കാഴ്ചയായി സ്വീകരിക്കണേ. അനുഭവ ബലിയായി പ്രിയകര ബലിയായി സർവവും കാഴ്ചവെച്ചിടാം. അനുഭവ ബലിയായി പ്രിയകര ബലിയായി സർവവും കാഴ്ചവെച്ചിടാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്നേഹസ്വരൂപനായ പിതാവേ, മാനവവംശത്തെ അങ്ങയോട് രമ്യപ്പെടുത്തുന്ന ഈ ദിവ്യബലി അങ്ങേക്ക് അർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനങ്ങൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജനമായ
ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിത്യ പുരോഹിതനും സർവ്വലോകത്തിൻ്റെയും രാജാവായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേകം ചെയ്തുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിൻ്റെ അൾത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയായി അർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിൻ്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവ്വസൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവൻ്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിൻബലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യേശുനാഥൻ തൻ്റെ പാവനമായ രക്തം കൊണ്ട് ഈ നിമിഷം നമ്മളെല്ലാവരെയും അഭിഷേകം ചെയ്യും. ക്രിസ്തുവിൻ്റെ രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ എല്ലാ പാപക്കറകളും എല്ലാ ബലഹീനതകളും നമ്മെ വിട്ട് അകന്നു പോകും. ആ ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ യേശോയെ, എൻ്റെ കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. അങ്ങയുടെ രക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ രക്തം കൊണ്ട് നമ്മളെല്ലാവരെയും അഭിഷേകം ചെയ്യട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഭയഭക്തിയോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. കരങ്ങൾ കൂപ്പി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി
തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് സ്വർഗത്തിലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും സ്വർഗത്തിലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ തോമസ് മെത്രാനോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിൽ അവരെ സ്വീകരിക്കുകയും
ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ കർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശു ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. യേശുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ള ആയിരമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. സ്നേഹസ്വരൂപനായ പിതാവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളിപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും പങ്കുവയ്ക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, കത്തോലിക്കർ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവന്റെ ഉറവയെ കരുണാ
ത്യാഗം നിൻ തിരുഹൃദയത്തിൻ സ്നേഹം അതുല്യമാത്മത്യാഗം തിരുവോസ്തിയ തിരുഭോജ്യമായി ഇന്നെന്നെ തിരഞ്ഞു വരുന്നു. ഓ ജീവന്റെ ഉറവയേ കരുണാപ്രവാഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധനേ സംപൂജ്യനേ എൻ ജീവനേ വരണേ. ഓ ദിവ്യകാരുണ്യമേ ആരാധനേ സംപൂജ്യനേ എൻ ജീവനേ വരണേ. ഇരുൾ വീഴും പാതയിൽ വെണ്ണിലാവു പോലെ നീ മുറിയാതെ ഒഴുകും സ്നേഹമേ ഹൃദയവീതിയിലൊഴുകി മിഴിനീർ കവിൾ തടം തുടയ്ക്കും സാന്ത്വന സ്നേഹമേ എന്നിൽ നിറയണമേ. ഓ ജീവന്റെ ഉറവയേ കരുണാപ്രവാഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധനേ സംപൂജ്യനേ എൻ ജീവനേ വരണേ. ഓ ദിവ്യകാരുണ്യമേ ആരാധനേ സംപൂജ്യനേ എൻ ജീവനേ വരണേ. മനസ്സിൻ വേനലിൽ ഇളം തെന്നലായി
ജീവമന്നയായി പൊഴിഞ്ഞും വചനം മാംസമായി മുറിഞ്ഞും സാത്വിക മോക്ഷമേ നിന്നിൽ നിറയണമേ നാഥാ. ഓ ജീവന്റെ ഉറവയേ കരുണാപ്രവാഹമേ ഓ ജീവന്റെ ഉറവയേ കരുണാപ്രവാഹമേ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, തിരുനാളിൻ്റെ ആദ്യ ദിവസം, കൊടിയേറ്റ ദിവസം, ഈ ദിവ്യബലി കൊച്ചുവേളി ഇടവക നേതൃത്വം നൽകുന്ന ദിവ്യബലിയാണ്. വെട്ടുകാട് ഇടവകയുടെ വളരെ അടുത്തുള്ള ഇടവകയാണ് കൊച്ചുവേളി ഇടവക. നമ്മുടെ ഇടവകയുടെ അതിർത്തികൾക്കുപരിയായിട്ട് നമ്മുടെ ഈ സൗഹൃദവും ആത്മബന്ധവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന അവസരമാണ് നമ്മുടെ തിരുനാളിൻ്റെ അവസരങ്ങൾ. അതിർത്തികൾക്കൊക്കെ ഉപരിയായിട്ട് ഹൃദയത്തിലെ നന്മയും സ്നേഹവും നമ്മൾ ഈ തിരുനാളിലൂടെ വീണ്ടും നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഒത്തിരിയേറെ ബന്ധുക്കൾ കൊച്ചുവേളിയും വെട്ടുകാടും ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ പരിസരവാസികളാണ്. ഈ ദിവ്യബലിക്ക് വേണ്ടി കഴിഞ്ഞ വർഷത്തെ പോലെ ക്ഷണിച്ചപ്പോൾ ഞങ്ങളുടെ ഇടവക കൗൺസിലും വികാരി അച്ഛനും ഇടവക ചെരകളും അത് സ്വീകരിക്കുകയും സന്തോഷത്തോടു കൂടെ ഈ ദിവ്യബലിക്ക് വേണ്ടി വന്നെത്തുകയും ചെയ്തു. കൊച്ചുവേളി ഇടവകയിലെ എല്ലാ ഇടവക അംഗങ്ങൾക്കും നിങ്ങളുടെ ഇടവക കൗൺസിലിനും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനും വചനപ്രഘോഷണം നിർവഹിച്ചത് കൊച്ചുവേളി ഇടവകങ്ങൾക്ക് വളരെ പരിചിതരായിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ ഇടവക വികാരിയും മുൻ വികാരി അച്ഛനുമാണ്. വികാരി അച്ഛൻ ടോണി ഹാംലറ്റ് അച്ഛൻ നമുക്ക് വേണ്ടി ഈ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. സംഗീതാത്മകമായിട്ട് ഗാനം ആലപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അദ്ദേഹം കരങ്ങൾ ഉയർത്തി നമുക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, ഭക്ത തീർത്ഥാടകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതോടൊപ്പം വചന പ്രഘോഷണം നിർവഹിച്ച നമ്മുടെ കൊച്ചുവേളി ഇടവകയുടെ മുൻ വികാരി അച്ഛൻ പോൾ ജി അച്ഛൻ വചന പ്രഘോഷണത്തിലൂടെ പങ്കുവയ്ക്കലിൻ്റെ ചൈതന്യം നമ്മോട് വചന പ്രഘോഷണത്തിലൂടെ അദ്ദേഹം പകർന്നു തന്നു. രണ്ട് വൈദികർക്കും പ്രത്യേകമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സഹകാർമികനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി തിയോഡോർ അച്ഛനാണ്. അച്ഛൻ വെട്ടുകാട് ഇടവകയിൽ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നെത്തിയിട്ടുള്ള അച്ഛനാണ്. അച്ഛന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗാനങ്ങൾ ആലപിച്ച അലക്സേട്ടൻ, നമ്മുടെ ഓർഗണിസ്റ്റ്, മറ്റ് കൊച്ചുവേളി ഇടവകയിലെ ഗായകങ്ങൾ, മറ്റ് മ്യൂസിഷ്യൻസ് എന്നിവർക്ക് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അൾത്താരയിൽ സേവനം ചെയ്ത കൊച്ചുവേളി ഇടവകയിലെ അൾത്താര ശുശ്രൂഷകർ, കോൺവെൻറ്റിൽ നിന്ന് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്നിവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ദിവ്യബലിക്കു ശേഷം ക്രിസ്തുരാജ പാദപൂജ ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥിക്കുന്നതാണ് അറിയിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടുത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവോ നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പോക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ